guys, folk, it's action dude. എൻ്റെ പേര് രാഹുൽ മനോജ്. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നായിരുന്നു, ബാക്കിലെ സ്പീക്കറിന്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊരു കമന്റ് വന്നു. അപ്പോൾ അതിന് മുന്നേ ഇട്ട ചില വീഡിയോയിലും അതുപോലെ ഒരു കമന്റ് വന്നായിരുന്നു, ബാക്കിലിരിക്കുന്ന സ്പീക്കർ ഏതാണ് ബ്രോ, അതിന്റെ ഒരു വീഡിയോ ചെയ്യുമോ, അത് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബാക്കിലായ സ്പീക്കർ ഇരിപ്പുണ്ടോ? ഉണ്ടല്ലേ? ഇതോ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓൺ ആക്കിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല ബാക്കിൽ ആ സ്പീക്കർ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ശ്രദ്ധിപ്പിച്ചു തരാം. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ സ്പീക്കർ ഹൈലൈറ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മുടെ ബാക്കിലിരിക്കുന്ന സ്പീക്കറിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു യൂസ്ഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര നാളത്തെ ഞാൻ ഇതിനായിട്ട് ഇതിൻ്റെ യൂസ്ഡ് റിവ്യൂ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഗൈസ്, പ്ലീസ്. ഓക്കെ, ലൈക്ക് ചെയ്യുക. വേറൊരു പണിയില്ലല്ലോ, ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്കിങ് തരുക, ഒരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 30K പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മളെ 30K എത്തിക്കുക. അതൊന്നുമല്ല, പെട്ടെന്ന് തന്നെ 1 lakh എത്തിക്കുക. 1 lakh. ഞാൻ ഇത്ര നാളോട് വീഡിയോ ആണ്, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല, അതാണ് സീൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നു എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വേറെ വിഷയത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ സ്പീക്കറിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 1 year ആയി. പിന്നെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കോമാളി വേഷമൊക്കെ കെട്ടി വണ്ടിയിൽ ഇങ്ങനെ വരുന്നതും അതിന്റെ പവർ കാണിക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. സോ ഗൈസ്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്കാം. ഇപ്പോൾ പുതിയ വീഡിയോ ആണ്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ കാണാത്തവരെല്ലാം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ കുറിച്ച് ഒരു റിവ്യൂ പറയാണ്. അപ്പോൾ എന്തായാലും ആ ബാക്ക് ഇരിക്കുന്ന സ്പീക്കറിനെ ഇവിടെ കൊണ്ടിരുത്താം. അപ്പോൾ അതിന്റെ വീഡിയോ ആണ്. അപ്പോൾ അതങ്ങനെ ബാക്ക് ഇരുന്നാൽ ശരിയാവത്തില്ല. ഞാനും പോയി ഗെറ്റപ്പും കൂടി മാറിയിട്ട് വരാം. എന്നിട്ട് റിവ്യൂ പറഞ്ഞിട്ട് ഇത് സ്പീക്കറിനെ വെളിയിൽ കൊണ്ടുപോയിട്ട് അതിന്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ കൊണ്ട് ഇവിടെ വയ്ക്കാം. അങ്ങനെ സ്പീക്കർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനും ഗെറ്റപ്പ് മാറി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോ ഇപ്പോൾ ഫുള്ള് നല്ലൊരു പാർട്ടി വൈബ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്റെ ബാക്ക് ഇരിക്കുന്ന സ്പീക്കറിന്റെ പേര് എന്ന് വെച്ചാൽ സാൽപിഡോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു സ്പീക്കറാണ് ഇത്. സാൽപിഡോ പാർട്ടി വേവ്സ് 700. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചത് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നാണ്. ഓൺലൈൻ മാർക്കറ്റിൽ കുറെ സ്പീക്കർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഒന്ന് നോക്കാം. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റിലോ ഉണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. ഉണ്ടെങ്കിൽ ഓക്കെ, പിന്നെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ഇതിൻ്റെ ടാഗിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. ഇതിപ്പോഴും സൂപ്പറാണോ, എങ്ങനെയുണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഞാൻ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ഇപ്പോൾ വാങ്ങിച്ചിട്ട് 1 year ആകുന്നു. സ്പീക്കർ സെറ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന മെയിൻ ഇതിൻ്റെ ലേസർ RGB ലൈറ്റ്സ് ആണ്. നല്ല കിടിലൻ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ ഓൺ ആക്കുമ്പോൾ നമ്മൾ പാട്ടിടുമ്പോൾ പാട്ടിൻ്റെ ബീറ്റ് അനുസരിച്ച് ഇതിൻ്റെ ലൈറ്റ് ഇടുന്ന ഡാൻസ് കളിക്കും. മാത്രമല്ല പിന്നെ ഇതിനകത്തൊരു മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ ഹോം തിയേറ്ററിൽ ഒരു പാട്ടിടുമെന്ന് വെച്ചോ, ഹോം തിയേറ്ററിൽ പാട്ടിടുമ്പോൾ ഇതിനകത്ത് വേറെ പാട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പാട്ടിടാതെയും നമ്മളിപ്പോൾ ഹോം തിയേറ്ററിൽ സൗണ്ട് കൂട്ടിയിട്ട് പാട്ടിടുവാണെങ്കിൽ നമ്മുടെ ഹോം തിയേറ്ററിലെ പാട്ടിനനുസരിച്ച് ഇതിനകത്തുള്ള ലൈറ്റ് ഡാൻസ് കളിയും. അപ്പോൾ ഇതിനകത്തൊരു മൈക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു പാർട്ടി സ്പീക്കറാണ്, കൂടെ ഇതൊരു കരോക്കെ സ്പീക്കറും കൂടിയാണ്. ഇതിന്റെ കൂടെ 2 വയർലെസ് മൈക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഞങ്ങളുടെ വീട്ടിൽ ഇത് വാങ്ങിച്ചതിന്റെ ഒരു മെയിൻ ലക്ഷ്യം, എൻ്റെ ഡാഡി പാട്ട് പാടും. അപ്പോൾ ഡാഡിക്ക് ഇങ്ങനെ ചെറിയ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതും കൊണ്ടുപോകും. അപ്പോൾ ഡാഡി പാട്ട് പാടുന്നത് കൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പാട്ട് പാടാൻ വേണ്ടി കൂടെയാണ്. അപ്പോൾ ഇത് പാട്ട് പാടി കരോക്കെ ഒക്കെ ഇട്ട് പാട്ട് പാടാൻ നൈസാണ്. പിന്നെ കൂടെ നമ്മുടെ പാർട്ടിയൊക്കെ വരുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ റൂമിനകത്ത് നല്ല സൗണ്ട് ഇട്ട് പാട്ടിടാനും ഒക്കെ പറ്റിയ ഒരു സ്പീക്കറാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പാടാൻ വേണ്ടി ഒരു മൈക്ക് വാങ്ങിച്ചായിരുന്നു, കാണിച്ചു തരാം. അതാണ്ട് ഈ ഒരു മൈക്ക് വാങ്ങിച്ചായിരുന്നു, അഹൂജയുടെ ഒരു മൈക്ക്. അപ്പോൾ ഇത് നൈസ് മൈക്കാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മെറ്റൽ ബിൽഡും കാര്യങ്ങളും നല്ലതാണ്. അപ്പോൾ ഇത് ഞാനും ഡാഡിയും കൂടി പോയി കൊല്ലത്ത് പോയി വാങ്ങിച്ചതാണ്. കൊല്ലത്ത് ചിന്നക്കടയിൽ ക്ലോക്ക് ടവറിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോയി വാങ്ങിച്ചതാണ്. പൂജയുടെ തന്നെ ഒരു സ്റ്റോറാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മൈക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇത് വയർലെസ് മൈക്കല്ല, വയർഡ് മൈക്കാണ്. കണ്ടോ, അത്രയും വലിയ വയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുത്തി നമ്മൾ സ്പീക്കറിനകത്ത് കണക്ട് ചെയ്ത് പാട്ടൊക്കെ പാടും. അപ്പോൾ ഈ മൈക്ക് പാട്ട് പാടാനകത്ത് സ്പീക്കറിനകത്ത് കണക്ട് ചെയ്തിട്ട് മൈക്ക് 1 or 2 കണക്ട് ചെയ്തിട്ട് പാട്ട് പാടും. അല്ലാണ്ട് ഇതിൻ്റെതായ മൈക്ക് ഉണ്ട്, ഇതിൻ്റെ മൈക്ക് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അത്ര ക്വാളിറ്റി പറയുന്നത്. പിന്നെ വയർലെസ് ഇങ്ങനെ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ വയർലെസ് കണക്ഷൻ ഇങ്ങനെ കട്ടാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വയർഡ് മൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഈ മൈക്കൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ സാൽപിഡോ എന്ന് പറയുന്ന സ്പീക്കറിൻ്റെ ഫുൾ പവർ എന്ന് പറയുന്നത് 100 watts ആണ്. 100 wattsന്റെ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല സൗണ്ടിൽ വെളിയിൽ പോയാലും അകത്തിരുന്നാലും നല്ലതായിട്ട് സൗണ്ടിൽ പാട്ട് കേൾക്കാൻ പറ്റും. 100 watts പവർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh ബാറ്ററിയാണ് വരുന്നത്, 4500 mAh. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടും. കുറേ നേരം ഒരു 4, 7, 5 മണിക്കൂർ അങ്ങോട്ടൊക്കെ നമുക്ക് 4-5
5 മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്ലേ ബാക്ക് കിട്ടും. ഞങ്ങൾ അത്രയും നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഓണാക്കി ഇങ്ങനെ ഇട്ടാക്കുവാണ്, ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് ഇതിന് തന്നെ നല്ലൊരു കറണ്ട് എടുക്കുമായിരിക്കും. LED ലൈറ്റ് അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. വെളിയിൽ പോയിട്ട് പാട്ട് പാടാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 2 മണിക്കൂർ കണ്ട് പാട്ടൊക്കെ പാടിയായിരുന്നു തോന്നുന്നു. അപ്പോൾ അത്രയും പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുവാ പറയാനുള്ളത്, പിന്നെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 മൈക്ക് കുത്താനുള്ള സൗകര്യമുണ്ട്, ഗിറ്റാർ കുത്താനുള്ള സൗകര്യമുണ്ട്. ഗിറ്റാറിൻ്റെ സൗണ്ടൊക്കെ കൂട്ടിയും കുറയ്ക്കാനൊക്കെ പറ്റും. മൈക്കിൻ്റെ സൗണ്ട് കൂട്ടി കുറയ്ക്കാൻ പറ്റും. പാട്ട് പാടുമ്പോൾ എക്കോ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ നമുക്ക് പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം, USB കുത്താം, ഓക്സ് കുത്താം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ആംപ്ലിഫയറും ഉണ്ട്. ഇതിൻ്റെ നമുക്ക് സൗണ്ടിൻ്റെ EQ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഇത് ഞങ്ങളന്ന് വാങ്ങിച്ചത് ഞങ്ങളുടെ അടൂര് മൈജിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എത്ര രൂപയ്ക്കാന്ന് വെച്ചാൽ ഒരു 15 രൂപയ്ക്ക് കണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ നല്ലൊരു ലുക്ക്, JBLന്റെ സ്പീക്കറിൻ്റെ ഒക്കെ കൂട്ടുള്ള ലുക്ക് വരും. വെയിറ്റിൻ്റെ നോക്കുമ്പോൾ ഭയങ്കര വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം പൊക്കാനുള്ള വെയിറ്റ് ഒക്കെ ഉള്ളൂ. നല്ല ആരോഗ്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പൊക്കണ്ട, കാരണം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്, എന്നാലും പൊക്കാൻ പറ്റിയ വെയിറ്റേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൊക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് താത്ത് വെക്കുമ്പോൾ ഇതിനകത്ത് ഒരു ട്രോളി വീലും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉരുട്ടിക്കൊണ്ടൊക്കെ നടക്കാൻ പറ്റും. അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നേരം ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ശോകമാണ്. ഞാൻ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, എക്കോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ആ സ്വിച്ച് ഒന്നും വർക്കിംഗ് അല്ല. അതുകൊണ്ട് പാട്ടൊക്കെ പാടുമ്പോൾ എക്കോ ഒക്കെ ഇച്ചിരി കൂടിയിരിക്കുകയാണ്, അത് കുറയ്ക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നും പറ്റുന്നില്ല. സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യാം. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഒരു കൺട്രോളർ ഉണ്ട്, അത് നൈസാണ്. അപ്പോൾ സ്വിച്ചുകളൊന്നും വർക്കിംഗ് അല്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എന്തോന്ന് പറഞ്ഞുകൂടാ, സാൽപ്പിയുടെ ഇനി കോൺടാക്ട് ചെയ്യണോ അതോ ഇത് വാങ്ങിച്ച് മൈജിയിൽ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. സൗണ്ട് ക്വാളിറ്റി തരക്കേടില്ല, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. മൈക്കിൻ്റെ ആയാലും കുഴപ്പമില്ലാത്ത ഒരു മൈക്ക് ക്വാളിറ്റി കിട്ടും. നല്ല ലൗഡ് സൗണ്ടാണ്, പറഞ്ഞില്ല 100 വാട്ട്സിൻ്റെ ആണ്. അപ്പോൾ ഞാൻ വെളിയിൽ കൊണ്ടുപോയി നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പറയുള്ളൂ. ഇപ്പോൾ സാൽപ്പിയോടൊക്കെ എന്താണ് ഇങ്ങനെ ഒരു വിഷയം വന്നതെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതിൻ്റെ LED ലൈറ്റ്സും ബാക്കി കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്തും ഓക്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ചുകൾ കംപ്ലൈൻറ്റ് ആയിരിക്കുന്നു, അതാണ് മെയിൻ വിഷയം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഇൻഡോറിൽ ഞാൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ചു തരാം. എന്നിട്ട് ഔട്ട്ഡോറിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം ഞാൻ. NCSന്റെ പാട്ട് മാത്രമല്ല കേൾക്കുന്നത്, വീക്കെൻഡിൻ്റെയും പിന്നെ ഇമാജിൻ ഡ്രാഗൺസ് അവരുടെയൊക്കെ ആ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ കൂടുതൽ സോങ്സ് ആക്കി ഞാൻ കേൾക്കുന്നത്. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കേൾപ്പിക്കാത്തത്. അതുകൊണ്ടാണ് NCS വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, ഈ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ലാപ്ടോപ്പിനകത്ത് സൗണ്ട് ഇത്ര വെച്ചേക്കുന്നത്, എന്നിട്ട് ഭയങ്കര സൗണ്ടാണ് ഇവിടെ. നല്ല ബേസ് ഉണ്ട്, നല്ല ബേസുള്ള സൗണ്ടാണ് ഇതിന്, ബോഡി സൗണ്ട്. അപ്പൊ ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. വൈബ് ഞാൻ ഡാൻസ് മൂഡ് ആയ ഞാനിങ്ങ് വൈബായിരിക്കും, പിന്നെ അല്ല ആക്ഷൻ വൈബ്. റോമാൻസ് വന്നിട്ടുണ്ട് സോണിയിൽ, ഇതിനകത്ത് കാണണം. ഒരാൾ കമന്റ് ചെയ്തായിരുന്നു, കാണാം. ഇനി ഇതെടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ കൊണ്ടുപോയിട്ട് തകർക്കാം. സോറി കേട്ടോ.
ഗൈസ് നമ്മുടെ സ്പീക്കർ വെളിയിലോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ വെളിയിൽ നമുക്ക് പാട്ട് കേൾക്കാം. വാ. ഈ സ്പീക്കറെ ഒറ്റ കൈ കൊണ്ട് എടുക്കേണ്ടതേ ഉള്ളൂ. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇച്ചിരി വെയിറ്റ് നോക്കാൻ ഇച്ചിരി പാടാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കും. Feel the power. Bluetooth mode. LED കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. എങ്ങനെയുണ്ട്? വെളിയിൽ ഇത്ര സൗണ്ടാണ് കേൾക്കുന്നത്. കിഡുവേ, നമുക്ക് വേറൊരു പാട്ടോട് ഇട്ട് നോക്കാം. ഫോണിൽ ഫുൾ സൗണ്ട് ഇടാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ അകത്തും വെച്ച് ഡാൻസ് കളിച്ചു, പാട്ടിട്ടു. എന്നിട്ട് വെളിയിൽ പക്ഷെ അധികം സൗണ്ട് ഇടാൻ പറ്റത്തില്ല, ഇവിടെ എല്ലാം ആൾക്കാരുണ്ട്. നല്ല അധികം സൗണ്ട് നമ്മൾ ഇട്ടു, കുറച്ചു നേരം ഇട്ടിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി. സാധനം സൂപ്പറാണ്, പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ ഉള്ളത് JBLനൊക്കെയാണ് കേട്ടോ. ഇതിന് എനിക്ക് ക്വാളിറ്റി ഒക്കെ തോന്നിച്ചിട്ട് ഒരു ക്വാളിറ്റിയുടെ ഒരു കുറവുണ്ട്. എന്നാലും സൗണ്ട് സൂപ്പറാണ്, സൗണ്ട് നല്ലതായിട്ടുണ്ട്, പക്കയാണ് സൗണ്ട്. ഹൈ സൗണ്ട് ആണ്. 100 വാട്ട്സിന് സ്പീക്കറല്ലേ ഇരിക്കുന്നത്. ഞാനിത് അൺബോക്സിംഗ് വീഡിയോ എടുത്തതല്ല, ഇതിന്റെ നേരത്തെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണാത്തവരെ പോയി കാണുക. അപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സാൽപിഡോ പാർട്ടി വേവ്സ് 700 എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നൈറ്റിലാണ് ഇത് നൈസ്, ഇതിന്റെ RGB ലൈറ്റ് ഒക്കെ ഇട്ട്. സോ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടില്ലായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂട്ട് സാനിങ് ഔട്ട്. അപ്പൊ നമുക്ക് JBL ഒന്നുമില്ല, നമ്മുടെ JBL ഇതാണ്.